നമസ്കാരം. എത്ര പറഞ്ഞാലും അവസാനിക്കാത്ത ഒരു സബ്ജക്റ്റും കൊണ്ടാണ് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് വീണ്ടും നമ്മുടെ കൺമുമ്പിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ചെവിയിലേക്ക് എത്താറുണ്ട്. ഈ ഒരു സബ്ജക്റ്റിൻ്റെ ബുദ്ധിമുട്ടുകൾ വേറൊന്നുമല്ല, മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ നമ്മളെ എങ്ങനെ ഹേർട്ട് ചെയ്യാതിരിക്കും, നമുക്കെങ്ങനെ അത് കേട്ടാലും വിഷമമില്ലാതെ ഓവർകം ചെയ്യാൻ പറ്റും. ചിലർ വളരെ ദയനീയമായിട്ട് ഇക്കാര്യം എന്നോട് സംസാരിക്കാറുണ്ട്. സ്റ്റുഡൻസൊക്കെ ഇതിൽ ഭയങ്കര ബുദ്ധിമുട്ട് എന്നോട് കാണിക്കാറുണ്ട്. ഈ വിഷയം ഞാൻ ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ഇലാബറേറ്റ് ചെയ്ത് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണ് എൻ്റെ ലൈഫിൽ ഇത് പ്രാക്ടിക്കലാക്കി, ഞാൻ ഈ ബുദ്ധിമുട്ട് നന്നായിട്ട് അനുഭവിച്ചിരുന്ന ഒരാളാണ്, എന്നെ അലട്ടിയിരുന്ന ഒരാളാണ്. എങ്ങനെ ഞാനതിന് രക്ഷപ്പെട്ടു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് 100% ഉറപ്പായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എല്ലാ എപ്പിസോഡിലും. ഞാനിപ്പോൾ ഒരു ബുക്ക് റിലേറ്റ് ഒന്നും അല്ലാത്ത ഞാനായി പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ ലൈഫിൽ ആക്കിയിട്ടുള്ള കാര്യങ്ങളല്ല, എൻ്റെ നേരിട്ട് അനുഭവത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഞാൻ ശരിക്ക് ഒരു കാലത്ത് തന്നെ ഇത് വല്ലാതെ അലട്ടി എനിക്ക് ബുദ്ധിമുട്ടായ സമയത്ത് ഞാൻ പിന്നീട് ഇത് തിരിച്ചറിഞ്ഞ ശേഷം ഞാൻ അത്തരം ആളുകളെ, അത്തരം സിറ്റുവേഷൻസിനെ ഇഗ്നോർ ചെയ്യാൻ പഠിച്ചു. പൂർണ്ണമായും ഞാൻ ആ ബന്ധം വേണ്ട എന്ന് വെക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ശരിയാണ്, ചില കേസ് പറയുമ്പോൾ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പോകുന്ന ഓഫീസ് നമുക്ക് സ്ഥിരമായിട്ട് പോകേണ്ട സ്ഥലമാണ്, അല്ലേ? നമുക്ക് ജോലി വേണ്ട വെക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിന്നാണ് ഇത്തരം ഒരു ഗോസിപ്പ് നമുക്ക് ഉള്ളത്, നമുക്കിങ്ങനെ ഫീൽ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കതിനെ ഓവർകം ചെയ്യണം. നമ്മളേത് അലട്ടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. നമ്മുടെ വീടാണ്, നമ്മുടെ വീട്ടിൽ നിന്നാണ് നമുക്ക് ഈ ഗോസിപ്പ് കേൾക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഓവർകം ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റില്ല. നമുക്ക് ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യണം. അത് നമ്മളെ ബാധിക്കാത്ത രീതിക്ക് നമുക്ക് ജീവിക്കാൻ പറ്റണം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എൻ്റെ സിറ്റുവേഷൻ ഒന്നുകൂടി പറയാം. ഞാൻ വർക്ക് ചെയ്ത സമയത്ത് വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. അത് വേറൊന്നുമല്ല, നമ്മളെ മിസ്യൂസ് ചെയ്തിരുന്നു ചില ആളുകൾ അവിടെ. കാരണം നമ്മൾ മനസ്സാ വാച അറിയാത്ത കാര്യങ്ങൾ പോലും ചിലപ്പോൾ നമ്മളാണ് ചെയ്തതെന്നുള്ളത് വരുത്തി തീർക്കാൻ ചില ആളുകൾക്ക് പറ്റും. എന്നിട്ട് മറ്റുള്ളവരുടെ ഒരു വിരോധം നമുക്ക് സമ്പാദിച്ചു തരാം. എനിക്ക് സ്കൂളിലേക്കൊക്കെ പോകുന്നൊരു സമയത്ത് എനിക്ക് രാവിലെ ഇറങ്ങുമ്പോൾ പോവണ്ട എന്ന് തോന്നിയൊരു സമയമൊക്കെ ഉണ്ട്. പോവണ്ട, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടല്ല, പക്ഷെ നമുക്ക് നമ്മുടെ ശരി അവിടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയാത്ത വിധം നമ്മൾ ബ്ലോക്ക്ഡ് ആക്കിയിട്ടുണ്ടാവും. ഇങ്ങനെ മനസ്സുകൊണ്ട് വളരെയധികം വേദനിച്ചിട്ടുള്ള ബാക്കിയുള്ളവർ നമ്മളെപ്പറ്റി ഇങ്ങനെ പറയും, നമ്മളൊരു മോശമാണെന്ന് അവർ കാണുക, നമ്മളെ നോക്കുന്നത് അതുപോലെ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു സിറ്റുവേഷൻ ഉണ്ട് എനിക്ക്. മാത്രമല്ല പുറത്തൊന്നും എനിക്ക് അങ്ങനെ എന്നെപ്പറ്റി എന്തിനങ്ങനെ പറയണം, അവരെന്നെപ്പറ്റി നല്ലത് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ആക്ച്വലി നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല എന്നുള്ള തിരിച്ചറിവ് ഇപ്പോൾ ഉണ്ട്, അല്ലേ? ഈ മൊമെൻറ്റിലാണ് ജീവിക്കുന്നത് തിരിച്ചറിവൊക്കെ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ തന്നെ അലട്ടാറില്ല. അപ്പം സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങൾക്കും ഉണ്ടാവാം. ഇനി നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം. ഒരാൾക്ക് ഓഫീസിൽ നിന്ന് ഇതുപോലുള്ളൊരു വല്ലാത്തൊരു സിറ്റുവേഷനാണ്, ഒരു സുഖമല്ലാത്ത അവസ്ഥ. അയാൾ ദിവസവും ഓഫീസിൽ പോകുന്നു, പക്ഷേ ബാക്കിയുള്ളവരൊക്കെ അയാൾ കുറച്ച് സ്ലോ ആയിട്ടൊക്കെ ഉള്ള ഒരാളോ ലേസി ആയിട്ടുള്ള ഒരാളോ എന്തെങ്കിലും ആവട്ടെ, അയാളെക്കുറിച്ച് ബാക്കിയുള്ളവരിങ്ങനെ കുറ്റം പറയണം. എപ്പോഴും അയാൾ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കേണ്ട ചെല്ലുമ്പോൾ തന്നെ അയാൾക്ക് അവിടെ ഒരു ഫ്രണ്ടില്ല. ബാക്കിയുള്ളവരെല്ലാവരും നല്ല ഗ്രൂപ്പാണ്. അപ്പോൾ ദിവസം ഇയാൾ ചെന്നോ പാവം ഒറ്റയ്ക്കിരുന്ന് ജോലി ചെയ്യുന്നു, ബാക്കിയുള്ളവരെ കളിയാക്കി ചിരിക്കുന്നതും പരിഹസിക്കുന്നതൊക്കെ അയാൾ കേൾക്കുന്നു. ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവുകയാണ്, ജോലി സ്ഥലത്ത് സമാധാനമില്ലാതാവുകയാണ്. അപ്പോൾ അവിടെ അടുത്ത് കുറച്ച് മാറിയൊരു സ്വാമിജിയുടെ ആശ്രമം അയാൾ കാണുകയാണ്. അപ്പോൾ സ്വാമിജിയോട് ഇതിൻ്റെ പരിഹാരം തേടാൻ എന്ന് വേണ്ടിയിട്ട് അയാൾ സ്വാമിജിയുടെ അടുത്ത് പോകുന്നു. സ്വാമിജിയോട് ചോദിക്കുമ്പോൾ സ്വാമിജി പറയും, കുഴപ്പമില്ല, അതിനൊരു മാർഗ്ഗമുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, ആദ്യം ഞാനൊരു മന്ത്രം ചൊല്ലി കുറച്ച് വെള്ളം നിൻ്റെ കയ്യിൽ തരാം. അങ്ങനെ സ്വാമിജി ജപിച്ച് ഒരു ഗ്ലാസ് നിറയെ ഒരു ബൗളോ ഒരു ഗ്ലാസ്സോ നിറയെ വെള്ളം അയാളുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് അയാളോട് പറയണം, ഞാനൊരു മന്ത്രം ചൊല്ലിത്തരാം, ആ മന്ത്രം ഉരുവിട്ടുകൊണ്ട് ഈ വെള്ളം ഒരു തുള്ളി പോലും തുളുമ്പാതെ നീ നിൻ്റെ ഓഫീസിനെ 3 തവണ വലം വെച്ച്, ഓഫീസിനുള്ളിലൂടെ നീ ഉള്ളിൽ കംപ്ലീറ്റ് വലം വെച്ച് ആ ആളുകളുടെയൊക്കെ മുന്നിൽ കൂടി മന്ത്രം ചൊല്ലണം. അതിൻ്റെ എഫക്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മന്ത്രം ചൊല്ലി അതിങ്ങനെ വലം വെച്ച് നീ തിരിച്ചു വരൂ, എൻ്റെ അടുത്തേക്ക് വരൂ, അതോടുകൂടി ഈ പ്രശ്നം തീരുമെന്ന് പറയണം. അപ്പോൾ പക്ഷേ ഒരു ഡ്രോപ്പ് വെള്ളം പോലും കളയരുതെന്ന് പറയുന്നുണ്ട്. ഈ മന്ത്രവും തെറ്റിപ്പോകരുത്. അപ്പോൾ അയാൾ വളരെ ശ്രദ്ധാപൂർവം ഈ വെള്ളം ഗ്ലാസ് കയ്യിൽ വെച്ചിട്ട് പാത്രം കയ്യിൽ വെച്ച് അയാൾ പോണു, മന്ത്രം തെറ്റാതെ ചൊല്ലുന്നു, ഓഫീസിന് വലം വയ്ക്കുന്നു, ഓഫീസിന് ഉൾഭാഗം വലം വയ്ക്കുന്നു. 3 റൗണ്ട് അയാൾ പൂർത്തിയാക്കി അയാൾ ഈ സന്യാസിയുടെ അടുത്ത് തിരിച്ചെത്തണം. അപ്പോൾ സന്യാസി ചോദിച്ചു, ഇപ്പം നിന്നെക്കുറിച്ച് അവരാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അയ്യോ, ഞാനത് ശ്രദ്ധിച്ചില്ല എന്ന് പറയണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് ആണ് എൻ്റെ ലൈഫിൽ ഞാൻ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം. കാരണം എനിക്ക് പ്രാക്ടിക്കലി തെളിഞ്ഞൊരു കാര്യം ഇതാണ്. നമുക്കെങ്ങനെ ബാക്കിയുള്ളവരുടെ കാര്യം നമ്മളെ പറ്റിയാണോ പറയണമെന്ന് ശ്രദ്ധിക്കാനുള്ള സമയം പോലും നമുക്ക് കിട്ടില്ല. അപ്പോൾ നമുക്ക് പോവേണ്ട സാഹചര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വേണ്ടാത്ത ആളുകളാണെങ്കിൽ നിങ്ങളങ്ങ് ഒഴിവാക്കിക്കോളൂ. പക്ഷേ വേണ്ട സാഹചര്യം, ഇപ്പോൾ വീട്ടിലുള്ളവർ തന്നെ ഗോസിപ്പ് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അല്ലേ? നമ്മളെ കുറ്റം പറയുന്നത് നമ്മുടെ വീട്ടിലുള്ളവർ തന്നെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കൊല്ലാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല. സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം. നമ്മുടെ തിരക്കിലേക്ക് അങ്ങ് പോവാം. ഞാൻ ശരിക്കും ഈ ഒരു അവസ്ഥയിൽ മാറി എൻ്റെ ക്ലാസ്സും എൻ്റെ തിരക്കും ആയ ശേഷം എനിക്ക് സമയമേ കിട്ടുന്നില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ളവരെന്നെ പറ്റി എന്ത് പറയുന്നതെന്ന് ചിന്തിക്കാനുള്ള സമയം പോയിട്ട്
പോയിട്ട് ബാക്കിയുള്ളവർ ശ്രദ്ധിക്കാനുള്ള സമയം എനിക്കില്ല. ഞാൻ അവരുടെ കാര്യങ്ങളോ, അതുകൊണ്ട് തന്നെ അവരെന്നെ പറ്റി പറയുന്ന വിഷമുള്ള വാക്കുകൾ എൻ്റെ ചെവി പോലും തട്ടാതെ പോകാറുണ്ടത്. പറയുന്ന ആളുകൾക്ക് സമയം വേസ്റ്റ് എന്നുള്ളതല്ലാതെ വേറൊന്നും സംഭവിക്കാറില്ല. ഇത് പ്രാക്ടിക്കലാക്കാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങൾ ഫുള്ളി വർക്കോളിക് ആവും. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്തുക, ഇത് നമ്മൾ വെറുതെ പറയണമല്ല. ഞാനൊരു വെറുതെ ഒരു കണ്ടൻറ്റിന് വേണ്ടി എന്തെങ്കിലും കയറി പ്രസംഗിക്കുന്നതല്ല. നിങ്ങൾ ഒരാൾക്കെങ്കിലും ഞാൻ പറയുന്നത് കേട്ടിട്ട് ഒരാൾക്കെങ്കിലും ഇത് പ്രാക്ടിക്കലാക്കാൻ പറ്റുമെങ്കിൽ ഇത് ഹെൽപ്ഫുള്ളാണെന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു സക്സസിൻ്റെ കാരണം ഇപ്പോൾ അതാണ്. അനാവശ്യമായിട്ടുള്ള വാക്കുകൾ എൻ്റെ ചെവിയിലേക്ക് പോവാറേയില്ല. പറയുന്നവർ വേസ്റ്റായി പോകും. അപ്പോൾ ആ ഒരു നിലപാട് നിങ്ങൾ സ്വീകരിച്ചാൽ ഈ പറയുന്ന പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്കൊരു കരകയറാൻ പറ്റും. കാരണം നമുക്കറിയാം, ഇപ്പോൾ തൊട്ടാവാടി എക്സാമ്പിൾ അല്ലേ, നമ്മൾ അതിന് തൊട്ടാവാടി എന്ന് പറയും. നമ്മൾ ഇപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് അതിനെ തൊടാൻ തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ വാടുന്നത് കൊണ്ടാണ് അല്ലേ. തൊട്ടാ വാടാത്തൊരു ഇലേനെ ഇടയ്ക്കിടയ്ക്ക് ഇന്ന് തൊടാൻ നമുക്ക് തോന്നില്ല. പക്ഷേ തൊട്ടാവാടീനെ കണ്ടാൽ ഒന്ന് തൊടാൻ നമുക്കൊരു ടെൻഡൻസിയാണ്. ആണോ? അതേപോലെ തന്നെയാണ്. കാരണം നിങ്ങൾ തൊട്ടാൽ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ ഒന്ന് വാടുമെങ്കിൽ ഞാൻ ആ കാര്യം പറയാതെ പോകണ്ടല്ലോ, നീ ഒന്ന് വാടിക്കോളൂ എന്ന് കരുതുന്നതാണ് കൂടുതൽ. അപ്പോൾ നമ്മളങ്ങ് തൊട്ടാൽ വാടില്ല, നീ അവിടെ കിടന്ന് പറഞ്ഞോളൂ, ഞാൻ വാടാൻ പോകുന്നില്ല, അയാൾക്ക് പറഞ്ഞ് മതിയാവും. ഇതാണ് സത്യം. അപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കലാക്കാൻ നോക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിലെ സക്സസ്സിനുള്ള വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഞാനിപ്പോൾ പറഞ്ഞതാണ്. നമ്മൾ ശരിക്കും പ്രാക്ടിക്കൽ ലൈഫിന് ഈ മൊമെൻറ്റ് മാത്രമാണെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുക. ശരിക്ക് ശ്രീരാമൻ ലക്ഷ്മണ ഉപദേശത്തിൽ പറഞ്ഞ പോലെ നമുക്ക് കേവലം ഈ ഒരു ശരീരം മാത്രം, ഈ ഒരു ശരീരം കാണിച്ച് നമ്മൾ കാണിക്കുന്ന ഈ അഹങ്കാരം ശരിക്കും ഇത് ശാശ്വതമല്ല എന്നുള്ള തിരിച്ചറിവ്. ഈ ഒരു മൊമെൻറ്റ് മാത്രമേ ഞാനുള്ളൂ, അടുത്തൊരു മൊമെൻറ്റ് എനിക്കുള്ളതല്ല, കഴിഞ്ഞ മൊമെൻറ്റ് എൻ്റെതുമല്ല, എല്ലാം കഴിഞ്ഞു പോയി എന്ന് പറയുന്ന പോലെ നമ്മൾ ശരിക്കും ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊന്നും നമ്മളെ ബാധിക്കില്ല. നമുക്കിപ്പോൾ മൊത്തം ആളുകളെ ശരിയാക്കാൻ നമുക്ക് പറ്റില്ല അല്ലേ. നമ്മളങ്ങ് ശരിയാവുക, നമ്മളത് കെയർ ചെയ്യാതിരിക്കുക. പിന്നെ ഈ പറയുന്ന ആളുകൾ അവിടെ പറഞ്ഞ സമയം ഇങ്ങനെ ചിലവഴിച്ച് അവരുടെ ജീവിതം അവിടെ തീർത്തവർ മരിക്കും. അവരങ്ങനെ ജീവിച്ച് മരിക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്ത് ഉഷാറായിട്ട് അങ്ങ് ജീവിച്ച് കാണിച്ചു കൊടുക്കുക. നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയവരൊക്കെ നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്ന, ഉള്ളുകൊണ്ടെങ്കിലും അവളിപ്പോൾ എവിടെ എത്തി എന്ന് ചിന്തിക്കുന്നൊരു മൊമെൻറ്റ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്.